ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രമിക്കുകയാണ് അമേരിക്ക. പക്ഷേ അമേരിക്ക കൊണ്ടുവരുന്ന ആ കരാറിൽ ഒരുപാട് സെൻസിറ്റീവ് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് പോയി മാറ്റിയിട്ട് വരുമെന്നാണ് നിലവിൽ ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയും യുഎസും തമ്മിലുള്ള നിർദ്ദിഷ്ട ഉഭയകക്ഷി കരാറിനെക്കുറിച്ചുള്ള വ്യാപാര ചർച്ചകൾ തുടരുകയാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അടിക്കടി പറയുന്നതാണ്. ഇരുവരും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ്. പോരാത്തതിന് നിരവധി സെൻസിറ്റീവ് വിഷയങ്ങൾ ഈ കരാറിലുണ്ട്, ഗുരുതരമായ കാര്യങ്ങളുണ്ട്. അതിനാൽ ഇതിന് നല്ല സമയമെടുക്കും. അമേരിക്കയ്ക്ക് സമയം കൊടുത്തിട്ടുണ്ടെന്നാണ് കൃത്യമായി ഇപ്പോൾ കേന്ദ്രം അറിയിക്കുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നിലവിൽ ന്യൂസിലാൻഡിൽ 4 ദിവസത്തെ സന്ദർശനത്തിലാണ്. അദ്ദേഹം പ്രതിനിധി സംഘത്തെ നയിക്കുന്നു. ഇന്ത്യയും യുഎസും തമ്മിലുള്ള ആദ്യഘട്ട വ്യാപാര ചർച്ചകളുടെ 5 റൗണ്ടുകൾ പൂർത്തിയായി. ഇന്ത്യയുടെ ക്ഷീരമേഖലയുടെയും ചെറുകിട വ്യവസായങ്ങളുടെയും താൽപ്പര്യങ്ങൾ കണക്കിലെടുത്തായിരിക്കും യുഎസുമായുള്ള കരാർ തീരുമാനിക്കുകയെന്ന് ഗോയൽ പറഞ്ഞു. വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം യുഎസിലേക്ക് പോയി. 3 ദിവസത്തെ ചർച്ചകൾ ഒക്ടോബർ 17-നാണ് അവസാനിച്ചത്. ഉഭയകക്ഷി വ്യാപാര കരാറിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യുഎസ് മൊത്തം 50% തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ 25% റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്കാണ് ചുമത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ വ്യാപാരം $191 ബില്യൺ ആണ്. 2030 ആകുമ്പോഴേക്കും $500 ബില്യൺ എത്തിക്കുമെന്ന് അവകാശപ്പെടുന്നുമുണ്ട്. 2024-25 തുടർച്ചയായ 4-ാം വർഷവും $131.4 ബില്യൺ വ്യാപാര മൂല്യത്തോടെ യുഎസ് ഇന്ത്യയും പങ്കാളികളായി തന്നെ നിലവിൽ തുടരുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ കരാർ കൊണ്ടുവരുമ്പോൾ ഈ കരാറിന്മേൽ ഇപ്പോൾ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. കരാറിൽ അമേരിക്ക വീണ്ടും സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് പീയൂഷ് ഗോയൽ പറയുന്നത്. ഇത് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കരാർ ഒപ്പിടാൻ സാധിക്കുകയുള്ളൂ. അതിന് സമയമെടുക്കുമെന്നാണ് ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.